നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച വിവാദത്തിൽ വിശദമായ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷണം അവസാനിപ്പിക്കാനുണ്ടാക്കിയ ഡീൽ അത് തൃശൂരിലെ BJP വിജയമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി KB ഗണേഷ് കുമാർ. പാരാമെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ നിയമനിർമ്മാണം വേണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസ് നടപടിക്കെതിരായി ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതത്തെക്കുറിച്ച് വിവാദ പരാമർശം ജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA വിളിച്ചു ചേർത്ത ഗ്രൗണ്ട് വികസന ആലോചന യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പുവെച്ച രേഖകളുമായി DYFI. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച വിവാദത്തിൽ വിശദമായ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ച വിവാദത്തിൽ വിശദമായ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് DGP S. ദർവേർ സാഹിബ് വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പൂരം കലക്കാൻ രാഷ്ട്രീയ താൽപര്യമുള്ളവർ ആസൂത്രിതമായ നീക്കം നടത്തിയതായി ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് നിർദ്ദേശിച്ച് റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അന്വേഷണ കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കും. പൂരം കലക്കലിൽ ദേവസ്വത്തിനെതിരെ ADGPയുടെ റിപ്പോർട്ടിൽ വിമർശനമുണ്ടെന്നാണ് സൂചന. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ ഫോൺ കോൾ വിവരങ്ങൾ തെളിവായി റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. പൂരം നിർത്തുന്നതിനായുള്ള ഏകപക്ഷീയമായ പ്രഖ്യാപനം ആസൂത്രിതമാണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. അന്വേഷണത്തിൽ കാലതാമസമുണ്ടായതിൽ DGP അതൃപ്തി രേഖപ്പെടുത്തിയതായും സൂചനയുണ്ട്. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. അജിത് കുമാറിന്റെ ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്ന് ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു. റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്നും തൃശൂരിലുണ്ടായിട്ടും ADGP ഇടപെട്ടിട്ടില്ലെന്നും ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ച അന്വേഷണ റിപ്പോർട്ടെന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ എന്ന് പറയുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ADGPയുടെ റിപ്പോർട്ട് വസ്തുതകളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുവാൻ വിസമ്മതിക്കുന്നതായി വേണം മനസ്സിലാക്കാനെന്നും മുഖപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സമയബന്ധിതമായ റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുന്നതിലും അന്വേഷണമേ ഉണ്ടായിട്ടില്ലെന്ന് ആഖ്യാനം ചമയ്ക്കുന്നതിലും ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ടെന്ന സംശയം തികച്ചും സ്വാഭാവികമാണ്. അഭൂതപൂർവമായ ഈ കാലതാമസത്തിന്റെ കാര്യകാരണങ്ങൾ സ്വാഭാവികമായും റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ ഉണ്ടാവുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാനാവൂ. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെപ്പറ്റി മാധ്യമങ്ങൾ ഇതിനകം പുറത്തുകൊണ്ടുവന്ന വിവരങ്ങൾ പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന സംശയം ജനിപ്പിക്കുന്നു. മുഖപ്രസംഗത്തിൽ പറയുന്നു, പൂരം കലക്കലിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന സംശയത്തിന് ശക്തി പകരുന്ന പല വസ്തുതകളും ലഭ്യമാണെന്നും ജനയുഗം പറയുന്നു. തൃശൂർ പൂരം പോലെയുള്ള ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവത്തിന്റെ ക്രമസമാധാന ചുമതല ജൂനിയർ ആയിരുന്ന ഉദ്യോഗസ്ഥരെ മാത്രമായിരുന്നുവെന്ന് കരുതാനാവില്ലെന്നും മുഖപ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ADGP അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പൂര ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായിരുന്നുവെന്ന സാക്ഷ്യപ്പെടുത്തലുണ്ടെന്നും CPI ഉന്നയിക്കുന്നു. പൂരത്തലേന്ന് ക്രമസമാധാന സുരക്ഷാ വിഷയങ്ങൾ വിലയിരുത്താൻ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ADGP, DIG, കമ്മീഷണർ, ACPമാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ എന്ന നിലയിലും മുൻ മധ്യമേഖല IG എന്ന നിലയിലുള്ള അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും അജിത് കുമാർ നിർണായക പങ്ക് വഹിച്ചിരുന്നതായാണ് മനസ്സിലാക്കുന്നത്. പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ADGP നഗരത്തിൽ തന്നെയുള്ള പോലീസ് അക്കാദമിയിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഗുരുതരമായ സംഭവ വികാസങ്ങളിൽ ഇടപെട്ടില്ല എന്ന വസ്തുത ദുരൂഹമാണ്, മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷണം അവസാനിപ്പിക്കാനുണ്ടാക്കിയ ഡീൽ അത് തൃശൂരിലെ BJP വിജയമെന്ന് രമേശ് ചെന്നിത്തല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷണം അവസാനിപ്പിക്കാനുണ്ടാക്കിയ ഡീലാണ് തൃശൂരിലെ BJP വിജയമെന്ന് രമേശ് ചെന്നിത്തല. CPMലെ പ്രമുഖ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും BJP കാര്യം നേടിയെടുത്തു.
കേരളത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന രഹസ്യധാരണയുണ്ടായിരുന്നതായും കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിന്റെയും തൃശൂരിന്റെയും വികാരമായ തൃശൂർ പൂരം കലക്കിയവരെ വെറുതെ വിടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാരാമെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ നിയമനിർമ്മാണം വേണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. പ്രൈവറ്റ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ KPIOSAയുടെ നേതൃത്വത്തിൽ സ്വകാര്യ പാരാമെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ നിയമനിർമ്മാണം വേണമെന്നും DMEയുടെ ഭാഗത്തുനിന്ന് വ്യാജ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ എന്ന് പരാമർശിച്ചതിൽ നിന്നും പ്രസ്താവന പിൻവലിച്ച നിയമ നടപടി എടുക്കണമെന്നും ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലർ നടത്തുന്ന അന്യസംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ പേരിൽ ലാറ്ററൽ എൻട്രി, ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നീ പേരുകളിൽ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കും വിധം അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകുന്നതും 1 വർഷം കൊണ്ട് 3 വർഷത്തെ പരീക്ഷ എഴുതിക്കാം എന്നും പറഞ്ഞ് വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന രീതികൾ സർക്കാർ ഇടപെട്ട് നിയമ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPIOSAയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ്മോൻ, ട്രഷറർ രാജേഷ് മിനർവ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസ് നടപടിക്കെതിരായി ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന LDF സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വകുപ്പിന്റെ ഫണ്ടും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടും സംയോജിപ്പിച്ച് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ പദ്ധതിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനമായ പ്രചരണം നടത്തുകയും നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നടപടികൾക്കെതിരായി ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബാലിശമായ വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ്. ചില ആളുകൾ വന്ന് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അത് ആരാന്നൊക്കെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ അറിയാം. അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ വന്ന് തടഞ്ഞ് അവർ വേറൊന്നല്ല എങ്ങനെയെല്ലാം നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതാണ്. അന്നത്തെ പ്രൊജക്റ്റ് ഞങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ ഇപ്പോഴത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ മണ്ണിട്ട് ഉയർത്തുക, മൺകോട്ട് ഗ്രൗണ്ട് എന്നതാണ് കായിക വകുപ്പിൻ്റെ പ്രൊജക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. സൈഡിൽ ഡ്രെയിനേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ കാലത്ത് നടക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഒരു വെള്ളം ഗ്രൗണ്ടിൽ കെട്ടി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനമാണ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. ആർക്കെന്താ ഇത്ര വെപ്രാളം? ഒരാളുടെ വീട്ടിലേക്കും വെള്ളം കയറില്ല. ഒരു റോഡും തടസ്സപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു റോഡും തടസ്സപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെ റോഡ് ഗ്രൗണ്ടിൻ്റെ സൈഡ് കൂടിയാണ് റോഡ്. ആ റോഡ് തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബോയ്സ് സ്കൂളിൽ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൗൺസിലറുമായ AD അജി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് AK സതീഷ് കുമാർ, കായിക വകുപ്പ് മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ഒരു പ്രൊജക്റ്റ് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതി അതിനു മുന്നോടിയായി അതിൻ്റെ ഒരു യോഗം വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിൽ ചേരുകയുണ്ടായി. ഞാനടക്കം പങ്കെടുത്ത ഒരു യോഗമായിരുന്നത്. ഊത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ തുളസി കണ്ണൻ, DYFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ MJ ബിനോയ്, മാധ്യമപ്രവർത്തകൻ അജീഷ് കർക്കിടകത്ത്, വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ PTA പ്രസിഡന്റ് സജിനി ജിപ്സൺ, ഗോ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ VC വിനോദ്, KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി P മോഹൻദാസ്, നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന ശശി, ബോയ്സ് സ്കൂൾ SMC ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ്, സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി MR അനന്തു തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതത്തെക്കുറിച്ച് വിവാദ പരാമർശം നടത്തിയതിന് തമിഴ് സംവിധായകൻ മോഹൻജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതത്തെക്കുറിച്ച് വിവാദ പരാമർശം നടത്തിയതിന് തമിഴ് സംവിധായകൻ മോഹൻജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുച്ചിറപ്പള്ളി സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിവാദ പരാമർശവുമായി സംവിധായകൻ രംഗത്തെത്തി. പഞ്ചാമൃതത്തിൽ ഗർഭനിരോധന മരുന്ന് കലർന്നിട്ടുണ്ടെന്നായിരുന്നു പരാമർശം. സമൂഹമാധ്യമത്തിൽ മോഹന്റെ പോസ്റ്റ് വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ കാസിമേട്ടിലെ വസതിയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെന്നിന്ത്യയിലെ പ്രശസ്ത സംവിധായകനായ മോഹൻ ദ്രൗപദി,
രുദ്രതാണ്ഡവും ബഗാസുരൻ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സേവ്യർ ചിറ്റിലപ്പിള്ളി എംഎൽഎ വിളിച്ചു ചേർത്ത ഗ്രൗണ്ട് വികസന ആലോചന യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പുവെച്ച രേഖകളുമായി ഡിവൈഎഫ്ഐ. വടക്കാഞ്ചേരി ഗ്രൗണ്ട് നവീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമരരംഗത്തുള്ള കോൺഗ്രസ് കൗൺസിലർമാർ ഗ്രൗണ്ട് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സേവ്യർ ചിറ്റിലപ്പിള്ളി എംഎൽഎ വിളിച്ചു ചേർത്ത ആലോചന യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പുവെച്ച രേഖകളുമായി ഡിവൈഎഫ്ഐ. ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി തയ്യാറാക്കുന്നതിനും കൂടിയാലോചിക്കുന്നതിനും വേണ്ടി ജനപ്രതിനിധികളുടെയും ക്ലബ്ബുകളുടെയും കായിക താരങ്ങളുടെയും വ്യാപാര സംഘടനകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും വിവിധ മേഖലകളിലെ ആളുകളുടെയും യോഗം വിപുലമായി നഗരസഭാ കൗൺസിൽ ഹാളിൽ എംഎൽഎ പങ്കെടുത്തുകൊണ്ട് 2022 ഡിസംബർ 2 ചേർന്നിരുന്നു. ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ഉൾപ്പെടെ 2 യോഗങ്ങൾ നടന്നിരുന്നു. അതിനു പുറമെ അവസാനം നടന്ന വാർഡ് സഭയിലും പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. വാർഡ് സഭ ഉൾപ്പെടെ 3 യോഗങ്ങളിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അന്നേരം നിർദ്ദേശവും അഭിപ്രായം പറയാത്തവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുമായി ആലോചിച്ചിട്ടില്ല എന്നാണ്. ഗ്രൗണ്ട് നവീകരണം നടക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ അനാവശ്യ ആരോപണങ്ങൾ സൃഷ്ടിച്ച ഗ്രൗണ്ട് നവീകരണം തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ ശ്രമിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. 2 തവണ ഇന്നലെ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അതിൻ്റെ മിനിറ്റ്സ് ഇവിടെ ഉണ്ടല്ലോ. ഒരു തവണ മിനിറ്റ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മിനിറ്റ്സ് വലിച്ചു കളയല്ല. കൃത്യമായ രീതിയിൽ മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സിനകത്ത് 2 കൗൺസിലർമാരും പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാരെ യോഗം വിളിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലെ വ്യാപാര, വ്യവസായ, സാംസ്കാരിക, സ്പോർട്സ് മേഖലയ്ക്കകത്ത് എല്ലാവരെയും ആ യോഗത്തിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് ഇന്നതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവസാന ഘട്ടത്തിൽ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലാണ് അതിൻ്റെ സംഘാടക സമിതി യോഗം ചേർന്നത്. സംഘാടക സമിതി യോഗത്തിലൊക്കെ തന്നെ നമുക്ക് അറിയിക്കാനല്ലോ പറ്റുള്ളൂ, കൈ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ അതിൽ ഞങ്ങൾ പങ്കെടുത്തില്ല. ആരോ ഉത്തരവാദി? പങ്കെടുക്കേണ്ട കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്തം, ചുമതലയൊക്കെ തന്നെ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തെ ജനപ്രതിനിധികൾക്കല്ലേ. ഇത് യുവജന വിരുദ്ധ നിലപാടാണ്. വടക്കാഞ്ചേരിയുടെ കായിക സ്വപ്നങ്ങൾ തകർക്കുന്ന വികസന വിരോധികളായ കോൺഗ്രസ് ജനപ്രതിനിധികളെ ഒറ്റപ്പെടുത്തണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി KB ഗണേഷ് കുമാർ. സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. ICU സംവിധാനം ഉള്ള ആംബുലൻസിന് 10 കിലോമീറ്ററിൽ 2500 രൂപയും സി ലെവൽ ആംബുലൻസിന് 1500 രൂപയും ബി ലെവൽ ആംബുലൻസിന് 1000 രൂപയുമാണ് മിനിമം ചാർജ്. ICU സംവിധാനം ഉള്ള ആംബുലൻസ് അധിക കിലോമീറ്ററിന് 50 രൂപയും മറ്റുള്ളവയ്ക്ക് 40-30 രൂപ വീതവും ഈടാക്കും. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ആംബുലൻസിന് താരിഫ് പ്രഖ്യാപിക്കുന്നത്. വെന്റിലേറ്റർ ആംബുലൻസ് ഉപയോഗിക്കുന്ന BPL കാർഡ് ഉടമകൾക്ക് 20% ഇളവ് ഉണ്ടാകും. ക്യാൻസർ രോഗികൾക്കും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഓരോ കിലോമീറ്ററും 2 രൂപ വെച്ച് ഇളവ് നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ധാരണയായത്. താരിഫുകൾ ആംബുലൻസിൽ പ്രദർശിപ്പിക്കും. യാത്രാ വിവരങ്ങൾ അടങ്ങിയ ലോഗ് ബുക്ക് ആംബുലൻസിൽ നിർബന്ധമാക്കുകയും സംശയം തോന്നുന്ന ആംബുലൻസുകളിൽ പരിശോധന നടത്തുകയും ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു. ആംബുലൻസ് ഡ്രൈവർമാർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡും യൂണിഫോമും ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. നേവി ബ്ലൂ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് യൂണിഫോം. ഒരിടവേള. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വാർത്തകൾ തുടരുന്നു. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. നടിയുടെ പരാതിയിലാണ് സിദ്ദിഖിന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. തന്നെ ഹോട്ടൽ മുറിയിലെത്തിച്ച് ഉപദ്രവിച്ചു എന്നായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതി. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സിദ്ദിഖ് അറിയിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് വിവരം.
സിദ്ദിഖിനെതിരെ ശക്തമായ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചു കഴിഞ്ഞെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. 2016 ജനുവരി 27 രാത്രി 12 മണിക്കാണ് സിദ്ദിഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ എത്തുന്നത്. 28 വൈകിട്ട് 5 മണിവരെ സിദ്ദിഖ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയും ഇതേസമയം ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിലെ 101D എന്ന മുറിയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ജനലിലെ കർട്ടൻ മാറ്റി നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു നടിയുടെ മൊഴി. ഇത് പോലീസ് സംഘം 101Dയിലെത്തി സ്ഥിരീകരിച്ചിരുന്നു. സിദ്ദിഖ് അന്ന് ചോറും മീൻകറിയും തൈരുമാണ് കഴിച്ചതെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നു. ഹോട്ടലിൽ നിന്ന് അന്വേഷണ സംഘം ഇതിന്റെ ബില്ലുകളും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. താരം ഒളിവിലാണെന്നും സൂചനയുണ്ട്. ലൈംഗികാതിക്രമ കേസിൽ MLAയും നടനുമായ മുകേഷ് അറസ്റ്റിൽ. ആലുവ സ്വദേശിയായ യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ നടനും CPM MLAയുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. എന്നാൽ കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ MLAയെ വിട്ടയക്കുകയും ചെയ്തു. ഇതുകൂടാതെ വടക്കാഞ്ചേരി സ്വദേശിയും മുകേഷിനെതിരെ സമാന പരാതി നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 10:15 അഭിഭാഷകനൊപ്പം മുകേഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത പരാതികളിലാണ് ചോദ്യം ചെയ്തത്. തൃശൂർ മണിയൻകിണർ ആദിവാസി കോളനിക്ക് സമീപം പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. തൃശൂർ മണിയൻകിണർ ആദിവാസി കോളനിക്ക് സമീപം പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ പ്രദേശവാസികളാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വനത്തിനോടും വാണിയമ്പാറ റബ്ബർ എസ്റ്റേറ്റ് ഭൂമിയോടും ചേർന്നുള്ള പ്രദേശത്തായിരുന്നു ജഡം. മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ വൈദ്യുതി വേലിയിൽ പിൻകാലുകൾ കുടുങ്ങിയ നിലയിലായിരുന്നു. വീഴ്ചയിലുള്ള ആഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവൂ. മനുഷ്യാവകാശം എന്ന പദം ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള പല സംസ്ഥാന സർക്കാരുകളുടെയും പോലീസ് ഉത്തരവ് മനുഷ്യാവകാശ സംരക്ഷണ നിയമവിരുദ്ധമാകയാൽ പിൻവലിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി അഖിലേന്ത്യാ അംഗത്വ പ്രചാരണ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശം എന്ന പദം ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള പല സംസ്ഥാന സർക്കാരുകളുടെയും പോലീസ് ഉത്തരവ് മനുഷ്യാവകാശ സംരക്ഷണ നിയമവിരുദ്ധമാകയാൽ പിൻവലിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി തെൻകാശിക്കടുത്തുള്ള രാജപാളയത്തിൽ വെച്ച് നടത്തിയ അഖിലേന്ത്യാ അംഗത്വ പ്രചാരണ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇത്തരം ഉത്തരവുകൾക്ക് നിയമസാധുതയില്ലെന്ന് സമ്മേളനം വിലയിരുത്തി. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറുമായ ആദി നാരായണൻ അംഗത്വ പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. enacted. Human rights laws should be formed. മനുഷ്യാവകാശ നിയമം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കണം. അല്ലാത്ത രാജ്യങ്ങളെ UN അംഗീകരിക്കുക. On the basis of that, here also in India also in 1983 Human Rights Act is formed and now it is. സർക്കാർ അധികാരികൾ തന്നെ മനുഷ്യാവകാശ ധ്വംസന നടപടികളെടുക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തന സംഘടനകളെ നിരുത്സാഹപ്പെടുത്തുന്ന തമിഴ്നാട് പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് തികച്ചും മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മനുഷ്യാവകാശങ്ങൾ ഒരു ദേശത്തിന്റെയോ രാജ്യത്തിന്റെയോ പരിധിക്കുള്ളിൽ മാത്രം വരുന്നതല്ലെന്നും അത് ആഗോളപരമായി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാകേണ്ടതാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ദേശീയ സംസ്ഥാന ഭാരവാഹികളായ പ്രൊഫസർ VA വർഗീസ്, S ശിവൻകുമാർ ട്രിച്ചി, അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് എന്നിവർ പ്രസംഗിച്ചു. മനുഷ്യാവകാശ സംരക്ഷണം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് TS മായദാസ് മുഖ്യപ്രഭാഷണം ചെയ്തു. രാജ്യത്ത് മനുഷ്യാവകാശ ധ്വംസനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിക്കാനുള്ള അവകാശം പോലും വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 539 കൊല്ലം പിന്നാടി സൈപ്രസ് അതേ ഒരു സിലിണ്ടറിലെ പോട്ട് കൊഞ്ചം അവകാശമെല്ലാം എഴുതി അടിമകളെല്ലാം സ്വതന്ത്രമാക്കി വിട്ട് അടിമകളെ വിൽക്കുന്നതും വാങ്ങുന്നതും ഇടപാടെല്ലാം മാറ്റി സ്ലൈവറി മാറ്റി கிறிஸ்துவுக்கு 539 കൊല്ലം 2539 കൊല്ലം പിന്നാടി இந்த மனிதர் உரிமை എന്ന് ചൊല്ലി ഒരു ഐഡിയ இந்த നാട്ടിലുണ്ടായി. അതിനുശേഷം ഒരുപാട് മസാക്കേഴ്സ് ഇങ്ങ ജാത്തോടെ ചൊല്ലിയ വേൾഡ് വാറിൽ ഒരുപാട് മസാക്കേഴ്സ് നടന്നു. ഒരുപാട് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഒരുപാട് മസാക്കേഴ്സ്. ആൻഡമാൻ നിക്കോബാറിലെ കൂടി 100 ആളുകളെ പിടിച്ച് അപ്പടിയേ കടലിലെ പോട്ടാവോ ഇന്ത്യൻ ഓഷ്യനില്
ആളുകളെ കൊല്ലത്, ആളുകളെ തീവെക്കുന്നത് എല്ലാം നമ്മുടെ നാട്ടിൽ നടന്നത്. സിഖ് കലാപം, സിഖ് റൈറ്റ്സ് 1984. അഡ്വക്കേറ്റ് വി നായകമൂർത്തി, ദേവകി ചെമ്പുകാട്ട്, ബി ഗോപാലകൃഷ്ണൻ, എ ശേഖർ, ഇ സുമതിക്കുട്ടി, ശക്തിവേൽ, ബാലസുബ്രഹ്മണ്യൻ, ജി ഗണേശൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി കെ നന്ദകുമാർ അംഗത്വ വിതരണം നടത്തി. ട്രഷറർ ഉഷ രാമചന്ദ്രൻ തിരിച്ചൽ കാർഡ് വിതരണം ചെയ്തു. ഉദ്ഘാടകൻ ആദിനാരായണൻ, സംഘടനാ ഭാരവാഹികളായ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, കെ നന്ദകുമാർ, ജോർജ് തോമസ്, ഉഷ രാമചന്ദ്രൻ, പ്രൊഫസർ വി എ വർഗീസ്, എൻ കാളിമുത്തു, അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട്, എസ് ശിവകുമാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ഷാൾ അണിയിച്ച് ആദരിച്ചു. കൃഷ്ണവേണിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ നാഷണൽ കോഓർഡിനേറ്റർ ജോർജ് തോമസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ എൻ കാളിമുത്തു നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് വർധന. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് വർധന. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ സംസ്ഥാനത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. എന്നാൽ വലുതല്ലെങ്കിലും സ്വർണ്ണവിലയിൽ മുന്നേറ്റം ഇന്നും കാണാനാകുന്നുണ്ട്. ഗ്രാമിന് 21 രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. ഇതോടുകൂടി സ്വർണ്ണവില ഗ്രാമിന് 7329 മാറി. 8 ഗ്രാമിന് 58,632 രൂപയും 10 ഗ്രാമിന് 73,290 രൂപയുമാണ് നിലവിലെ വില. കഴിഞ്ഞ 5 ദിവസത്തെ കണക്കെടുത്താൽ ഏറ്റവും കൂടിയ വില കൂടിയാണ്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കാര്യം സാധിക്കണമെങ്കിൽ കറുപ്പസ്വാമിയുടെ സന്നിധിയിൽ എത്തിയാൽ മതി. എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും കറുപ്പസ്വാമി അത് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. നിഭി രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാര്യം സാധിക്കണമെങ്കിൽ കറുപ്പുസ്വാമിയുടെ സന്നിധിയിൽ എത്തിയാൽ മതി. എന്തു കാര്യം മനസ്സിൽ വിചാരിച്ചാലും കറുപ്പുസ്വാമി അത് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ചിങ്ങംചിറ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമത്തിലാണ് ഏകലവ്യ ആശ്രമത്തിന് കീഴിലുള്ള പ്രകൃതി ക്ഷേത്രം. ക്ഷേത്രമോ ശ്രീകോവിലോ ഇവിടെയില്ല. പടർന്നു പന്തലിച്ചു കിടക്കുന്ന അരയാൽ ചുവട്ടിലാണ് കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത്. ശിവപാർവതി സങ്കല്പമുള്ള ശിവഭൂതങ്ങളാണ് ഇവിടെയുള്ളതെന്നാണ് വിശ്വാസം. ഭക്തർക്ക് സ്വയം പൂജ ചെയ്യാവുന്ന ഒരിടം കൂടിയാണ് കറുപ്പുസ്വാമി സന്നിധി. പടർന്നു പന്തലിച്ചു കിടക്കുന്ന ആൽച്ചില്ലകളിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളികളിൽ വീട്, ലോറി, കാർ, ഓട്ടോറിക്ഷ, വളകൾ, മാലകൾ, കട്ടിലുകൾ, തൊട്ടിലുകൾ എന്നിവ കാണാം. വിചാരിച്ച കാര്യം സാധിച്ച ശേഷം ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്നതാണ് ഇതെല്ലാം. ആട്, കോഴി, മദ്യം എന്നിവയാണ് ഇവിടെ പ്രധാന വഴിപാട്. മൃഗങ്ങളെ ഗുരുതി കൊടുത്ത ശേഷം അവയുടെ ഇറച്ചി പാകം ചെയ്ത് ആദ്യം കറുപ്പുസ്വാമിക്ക് സമർപ്പിക്കും. ശേഷം ഭക്തർ വട്ടമിട്ടിരുന്ന് മദ്യപിക്കുകയും മാംസം കഴിക്കുകയും ചെയ്യും. മദ്യം കഴിക്കരുതെന്ന് അധികൃതർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കർശന നടപടികൾ ആരും എടുക്കാറില്ല. ടൂറിസം കേന്ദ്രം കൂടിയായ ഇവിടെ വിനോദസഞ്ചാരികളും ധാരാളം എത്തുന്നുണ്ട്. സിനിമാക്കാരുടെ ഇഷ്ട ഇടം കൂടിയ ചിങ്ങംചിറയിലാണ് സുരേഷ് ഗോപി നായകനായ കളിയാട്ടം, മോഹൻലാൽ നായകനായ ഒടിയൻ എന്ന സിനിമകൾ ചിത്രീകരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച വിവാദത്തിൽ വിശദമായ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷണം അവസാനിപ്പിക്കാനുണ്ടാക്കിയ ഡീൽ, അത് തൃശൂരിലെ BJP വിജയമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി KB ഗണേഷ് കുമാർ. പാരാമെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ നിയമനിർമ്മാണം വേണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസ് നടപടിക്കെതിരായി ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതത്തെക്കുറിച്ച് വിവാദ പരാമർശം ജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA വിളിച്ചു ചേർത്ത ഗ്രൗണ്ട് വികസന ആലോചന യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പുവെച്ച രേഖകളുമായി DYFI. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.